ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഞങ്ങൾ അട്ടപ്പാടിയിൽ മറ്റൊരു ദിവസമാണ്. കുറച്ച് പുതിയ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാണ്. ഇന്നലെ 2-3 സ്ഥലങ്ങൾ കാണിച്ചതിൻ്റെ എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞ് ഇന്ന് പുതിയ വളരെ വ്യത്യസ്തമായ സ്ഥലങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ എങ്ങോട്ടൊക്കെ റൂട്ട് പോകുന്നത്? ഇന്നലെ നമ്മൾ കാണിച്ച വീഡിയോ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇത് ചെയ്തത് കിഴക്കൻ അട്ടപ്പാടിയാണ് നമ്മൾ ചെയ്തത്. നമ്മൾ പടിഞ്ഞാറൻ അട്ടപ്പാടിലോട്ട് പോകുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. സൈലന്റ് വാലി വനത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. സൈലന്റ് വാലിയേക്കാളും ഹൈറ്റ് ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇന്നത്തെ യാത്ര. അപ്പൊ എല്ലാരും നമ്മളെ കൂടെ ഉണ്ടാവണം. ഇന്നത്തെ യാത്ര എന്നും അടിപൊളി സ്ഥലങ്ങളാണ് അട്ടപ്പാടിയിലത്തെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഊട്ടിയുടെ നേരെ താഴെ സൈഡാണ്, നേരെ ഊട്ടിന്റെ സൈഡാ കാണിക്കാൻ പോകുന്നല്ലേ. ഇതിപ്പോ ഏതാ സ്ഥലം? കോട്ടത്തറ അല്ലേ? ഇവിടെ നമ്മൾ തിരിയുന്നത് ഇവിടെ ഉണ്ടോ? ഇല്ലേ? നമ്മളിപ്പം ഇനി പോകുന്നത് പിന്നെ പുതൂർ അല്ലേ? പുതൂർ പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആ റൂട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 വഴി തിരിയും. ഒന്ന് ഊട്ടിക്ക് തിരിയും, ഒന്ന് തിരിച്ച് മണ്ണാർ. പുതൂർ എത്തിയാലേ? പുതൂർ എത്തിയാലേ 2 വഴി. ചാവടിയൂർ ഒന്ന് ഊട്ടിക്ക് പോകുന്ന വഴിയുണ്ട്, ഒന്ന് നമ്മുടെ മണ്ണാർക്കാട് താമസം. അവയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആ കാണുന്നതാണ് അട്ടപ്പാടിയിലെ മല്ലേശ്വരം മുടി. നമ്മൾ അവിടെ നിന്ന് നേരെ കണ്ട ദൂരെന്ന് കണ്ട സ്ഥലം. അട്ടപ്പാടിയിൽ ദേശീയ ഉത്സവം ഇവിടെ നടക്കും. നമ്മുടെ ശബരിമലയിൽ വിളക്ക് കാണുന്നില്ല, വിളക്ക് കാണുന്ന പോലെ തന്നെ അതിന്റെ മണ്ടയ്ക്കും വിളക്ക് കാണും. അതാണ് ഇവിടുത്തെ ദേശീയ ഉത്സവമാണ്. ഇവിടെ സർവ്വ ഊരുകാരും 147 ഊരുണ്ട് ഇവിടെ അല്ലേ? AK ആന്റണി വന്ന ഒരു പ്രൊജക്ട് പദ്ധതി കൊടുത്തിട്ടാണ് അട്ടപ്പാടി ഇത്രയും ഒരു പാതി വഴിക്ക് എത്താനുള്ള ഒരു കാരണം. ആ സമയത്ത് വന്നാണ്. ഇതിപ്പോ ഏതാണ് സ്ഥലം നമുക്ക് കിട്ടിയത്? ഇത് പട്ടിമേളമാണിത്. പട്ടിമാളം അടിപൊളി. അതാ കാണുന്ന ഹൈറ്റ്. ആ ഹൈറ്റിലേക്ക് നമ്മൾ പോകണം, അതിന്റെ മണ്ടയ്ക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ പോകുന്നത് നമ്മൾ പോകാൻ പോകുന്ന ഹൈറ്റാണ് ഇപ്പൊ നിങ്ങളെ കാണുന്നതാണ്. ഇവിടുന്ന് കാണുള്ളൂ. ഇനി അതിന്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ നിങ്ങൾ ഇന്നുവരെ കാണാൻ. സത്യത്തിൽ അട്ടപ്പാടിയിൽ എനിക്ക് യാതൊരുവിധ നോളജും ഇല്ല. പക്ഷെ ഇവർ ഇവിടുത്തെ ഇവർക്ക് അറിയുന്ന ആരും വരാത്ത സ്ഥലങ്ങൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവർ പറയുന്നത്. അങ്ങനെ വീഡിയോഗ്രാഫേഴ്സ് ഒന്നും എത്തിപ്പെടാതെ മറ്റൊരു വശമാണ് നമ്മൾ പോയി കാണാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ, സന്ദർശകരൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ വരുന്നവരൊക്കെ മെയിൻ റോഡിൽ കൂടെ പോയിട്ട് കാര്യങ്ങൾ നോക്കി പോകുന്ന ആ കാഴ്ചകൾ കണ്ടു പോകുന്നതാണ്. നമ്മളിന്ന് പോകുന്നത് ഏറ്റവും വലിയ ആണല്ലേ. നമ്മളിപ്പോ പിടിക്കാൻ പോകണല്ലോ അപ്പർ ഭവാനി ഡാം. ഞാനിന്ന് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ചെയ്യാൻ പറ്റുമോ? 100%. പാലം കെട്ടുന്ന ഇതാണ് ചാവടിയൂർ പാലം അല്ലേ? ചാവടിയൂർ പാലം നല്ല അട്രാക്റ്റീവ് പ്ലേസ് ആണ്. ഒരുപാടുണ്ട്. ഓക്കെ. ഇവിടെ ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ആനകളൊരു മുമ്പിലുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് കാണാൻ വേണ്ടി. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാം. നമ്മൾ ആ കാണുന്നതാണ് പാലം വരുന്നതിനുള്ള മുമ്പുള്ള റോഡ്, ഫസ്റ്റ് റോഡ് അല്ലേ? ഫസ്റ്റ് റോഡ്. പിന്നെ വെള്ളം വന്നാൽ ഇവിടെ കടക്കാൻ പറ്റും. വന്ന് പാലം വെള്ളം വന്നാൽ കിടക്കാൻ പറ്റില്ല. കടക്കാൻ പറ്റില്ല. ഓക്കെ. വെള്ളം ആവശ്യം അത്ര ഹൈറ്റിൽ പോകൂലേ? ബാക്കി ഇത് ഒഴുകി പോയി. അത് ശരി. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ഒഴുകിപ്പോയതാണ് ഈ ഭാഗങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ആന ഒരു വീണ്ടും ആന ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആരും ഒരാൾ ഇറങ്ങിയിട്ടില്ല. തണ്ണി ജാസ്തി വരുമ്പോ ആന ഇതിൽ ഒളിവ് വരും. ഊട്ടി. ഇത് നമ്മൾ പോകുന്ന പുതൂർ അല്ലേ? ഇതാണ് ഇവിടെ ഉണ്ടല്ലേ? ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം. നെക്സ്റ്റ് നമ്മൾ ഈ കാണുന്നതാണ് ചാവടിയൂർ എന്ന് പറയുന്ന സ്ഥലം. നേരെ ആ റോഡ് പോകുന്നത് ഊട്ടിയിലേക്ക് പോകും. ഇത് പുതൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും.
അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല. ഇവിടെ ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടുന്ന് ചെറിയ എന്തെങ്കിലും ലഘുഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നു അല്ലേ? ഫുഡ് എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ അല്ലേ? പഴംപൊരി, ഈവനിങ് സ്നാക്സ് ഒക്കെ റെഡി. എന്താ കഴിക്കേണ്ടത്? ചമ്പടി എന്ന് പറയുന്ന ഒരു ചെക്ക് ഡാം ഉണ്ട്. അവിടേക്കാണ് പോകുന്നത്. റോഡ് ഇങ്ങോട്ടേക്ക് വണ്ടി വരില്ല, വളരെ മോശമാണ്. ചെക്ക് ഡാം സന്ദർശകർ ഒരുപാട് വരുന്നുണ്ടല്ലേ അവിടെ? ഓ, ജലസംഭരണി അതല്ലേ? ഫസ്റ്റ് ഈ പമ്പ് ഹൗസുകൾ മാത്രമുള്ളായിരുന്നു. ഇനി അങ്ങോട്ട് വ്യൂ ഉണ്ട്. നരസിംമുക്ക് പോകുന്ന വഴിക്ക് പട്ടിമാളം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഗാർഡനാണ് നമ്മൾ കാണുന്നത്. ഫാം. ഇതൊരു വലിയ റിസോർട്ടാണ്. ഒലിപ്പുറം ഫാമാണ് ഈ കാണുന്നത്. ഏറ്റവും വലിയൊരു ഫാമാണ്. ഒരു 2 ഭാഗങ്ങളുടെ ഫാമാണ്. ഇളനീർ, റെഡ് ലേഡി, പപ്പായ, ചെറുനാരങ്ങ, അവക്കാഡോ, വാഴപ്പഴം, മാമ്പഴം എല്ലാം കിട്ടും ഇവിടെ. റംബുട്ടാൻ വരെ കാണുന്നുണ്ട്. അതാണ് ഓക്സി വാലി.
ആ മലകൾ ഏതാണ്? അത് നീലഗിരി. നീലഗിരി അതിന്റെ അപ്പുറത്തല്ലേ? നീലഗിരി. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ പോകുന്നത് ബൂതയാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളതാണ്. ഇപ്പൊ പോകുന്നത് ബൂതയാർ. ബൂതയാർ എന്ന് പറഞ്ഞ റൂട്ട്, ഈ റോഡാണ് നമ്മൾ പോകുന്നത്. വേറെ റൂട്ടുണ്ട് നമ്മൾ വരുന്ന വഴി. എന്ന് വെച്ചാൽ അത് പുത്തൂർ ജില്ല. ഇതെന്താ? ഓക്കെ ഓക്കെ ഓക്കെ. ചാവടിയൂർ 3 കിലോമീറ്റർ, മുള്ളി 17, ഊട്ടി 78 കിലോമീറ്റർ ഊട്ടിയിലെത്തുന്നത്. അപ്പം നമ്മൾ പോകുന്നത് ഇത് പുത്തൂർ പൂതയാറാ? അട്ടപ്പാടി ഏറ്റവും ഹൈറ്റിലേക്ക് നമ്മൾ പോകുന്നത്. ഏറ്റവും ഹൈറ്റുള്ള പ്രദേശത്തേക്കാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത്. ഏറ്റവും ഹൈറ്റുള്ള. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ ഇന്നേ വരെ ഒരിക്കലും ഒരു മനുഷ്യന് അതിന്റെ മണ്ടയിൽ പോയിട്ട് ഇത്രയും വ്യൂ പിടിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങളാണ് അവിടെ പോകുന്നത്. ഓക്കെ, അത് ഗ്യാരണ്ടി അല്ലേ? തീർച്ചയായിട്ടും ഗ്യാരണ്ടി ആയിട്ടാണ്. ഇതാണ് അതിർത്തി പങ്കിടുന്ന ഒരു പാലമാണ്. അതിർത്തി മീൻസ് ഏതൊക്കെ അതിർത്തിയാണ്? ഇത് ചാവടിയൂര്, പുതൂര് എല്ലാത്തിന്റെ അതിർത്തിയാണ് ഇതിൽ. അതിർത്തി പ്രദേശമാണ് ഈ പാലം. ഓക്കെ. ഈ പുഴയ്ക്ക് അക്കരെ വേറെ പഞ്ചായത്ത്, ഇക്കരെ വേറെ പഞ്ചായത്ത്. ഈ വെള്ളമാണ് അവിടെ വരുന്ന. തീരെ കുറച്ച് വെള്ളമുള്ളൂ അല്ലേ? ആടുകളെ മേയ്ക്കുന്ന ചേച്ചിണ്ട് അവിടെ. ഇത് ഈ റോഡ് ഇങ്ങനെ പോകുന്നത്, കവർ ചെയ്തിട്ട് പോകുന്നത് ഇതാ ആ റോഡ്. ഈ റോഡ് ഇങ്ങനെ ഇത് അല്ലേ? പൂതയാറൊക്കെ. ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൂതയാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. പൂതയാർ എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം നമ്മൾ വളരെ അട്ടപ്പാടിൻ്റെ വളരെ ഉള്ളിൽ കിടക്കുന്നത്. അതായത് അട്ടപ്പാടി ഏറ്റവും മുകളിൽ കിടക്കുന്ന, ടോപ്പിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഏകദേശം 4000 എബോവ് മീറ്ററിന്റെ ഹൈറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പഞ്ചായത്തുകളുണ്ട്. അട്ടപ്പാടിന്റെ എത്ര പഞ്ചായത്തുണ്ട്? 3 പഞ്ചായത്ത്. അഗളി, പുതൂര്, ഷോളയൂർ 3 പഞ്ചായത്താണ്. 3 പഞ്ചായത്തില് ഒരു പഞ്ചായത്ത് കഴിഞ്ഞ് അടുത്ത പഞ്ചായത്തിലേക്കാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് അത് കഴിഞ്ഞ് എന്താണ് അത് അഗളി കഴിഞ്ഞ് പുതൂർ പഞ്ചായത്ത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പഞ്ചായത്ത് ഏതാ? ഷോളയൂർ പഞ്ചായത്ത്. ഷോളയൂർ പഞ്ചായത്ത്. അപ്പൊ അങ്ങോട്ടേക്ക് അങ്ങനെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അട്ടപ്പാടിന്റെ ഉൾപ്രദേശങ്ങളെ കാണിക്കുന്നത്. ഓക്കെ. പണ്ടൊക്കെ ഈ വഴി വരുമ്പോഴേ കുറച്ച് കാടുകളും കുറച്ച് വീടുകളും മാത്രം ഉണ്ടായിരുന്നു. ഫുള്ള് ആദിവാസി കോളനികളിൽ എന്തൊക്കെയാണ് മൊത്തം അവരുടെ കോളനിയാണ്. ട്രൈബൽ കോളനി. തമിഴ് വംശജർ കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട്. തമിഴ് വംശജർ തമിഴ്നാട് തൊട്ടടുത്തായതുകൊണ്ടാണ് തമിഴ്നാട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇവർ തമിഴാണ്. തമിഴ്, മലയാളം, കന്നഡ മിക്സിങ് ഒരു ഭാഷയാണ് ഇവരുടെ ഭാഷ. അപ്പം ബസ് ഇവിടെ ലാസ്റ്റ് സ്റ്റോപ്പ് അല്ലേ? നമുക്കിനി മുന്നോട്ട് പോവാം. ഇടവാണി 6 കിലോമീറ്റർ.
ഇടവാണി 3 കിലോമീറ്റർ അല്ലേ? കാർഷിക പദ്ധതിയാണത്. ശരി. ഇതെല്ലാം വെള്ളം എന്താണ് മലവെള്ളപ്പാച്ചില് വന്ന പാറകളല്ലേ? മലവെള്ളം ഇറങ്ങുമ്പോൾ വരുന്നതാണ്. ഡാം തുറന്ന് വിടുമ്പോൾ വരുന്ന കുത്തൊഴുക്ക് വരുന്ന പാറകളാണ് കാണുന്നത്. ഒരുപാട് പാറകൾ ഇവിടുന്ന് മാറ്റിയാണ് ഇപ്പം ഈ റോഡ് പണിതേക്കുന്നത്. താഴെ പൂകാറ് മീനുണ്ടോ മോനെ? ചൂട് കിട്ടുന്നുണ്ടോ? ഈ വെള്ളം കണ്ടില്ലേ, ഇവിടെ ഭയങ്കര കുറച്ച് ചൂടാണ്, പക്ഷെ വെള്ളം ഭയങ്കര കോൾഡ് ഇതാണ്, തണുപ്പ്, നല്ല തണുപ്പുണ്ട്. ഇത് കുടിക്കാൻ പറ്റുമോ മോനെ? നിങ്ങളെ നായ കൂടെ ഉണ്ടല്ലോ എപ്പോഴും അല്ലേ? മീൻ കിട്ടുന്നുണ്ടോ? എന്ത് മീനാ കിട്ടി? പെരല അല്ലേ? ചെറിയ ചെറിയ പെരലല്ലേ? അപ്പൊ എന്താ കോർത്തിടണ്? ഓക്കെ ഓക്കെ. ശരി. ഓക്കെ. അത്ര കുറച്ച് വലുപ്പുണ്ട് അല്ലേ? എന്താ മണ്ണീര. തമിഴ്നാട് ബോർഡർ എത്തിയ നമ്മളല്ലേ? ആ മലേന്റെ അപ്പുറത്ത് തമിഴ്നാട് ബോർഡറാണ്. മലേന്റെ അപ്പുറത്ത് പറയാൻ മലേന്റെ മണ്ട. ഇതണ്ട ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ എല്ലാം വ്യത്യാസമുണ്ട്. ഇതിനോട് അമ്മ ഇതെന്താ ഒരു പേര്? ഉടവാനി. ഓക്കെ. ഇതെന്താ അരി നന്നാക്ക? മോളെ പേരെന്താ? പറഞ്ഞോ. നിങ്ങളൊരു വീട് മാത്രമേ ഉള്ളൂ ഇവിടെ? മേലെ വേറെ വീടുകളുണ്ടല്ലേ? സുഖല്ലേ ചേട്ടാ? എൻട്രി ആയില്ലേ എപ്പോഴേ? മംഗളവാടിയാണ്. ചാത്തമ്പട കാണിക്ക്. സൂപ്പർ.
കാണിക്കില്ല മാത്രമല്ല. ഇതിവിടെ 0 ഇടവാണി 0 കിലോമീറ്റർ എൻഡായി. ഇതിവിടെ ലാസ്റ്റ് ഊരാ. പിന്നെ അങ്ങോട്ട് ലാസ്റ്റ് ഊരല്ലേ? ഇത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, മലകള് അല്ലേ? മുകളിൽ വീടുകളിലല്ലോ ഊരുണ്ട്. ശരി, ഇതാണ് നമ്മൾ പറഞ്ഞ ഇടവാണി ലാസ്റ്റ് ഊരാണ്. ഇങ്ങോട്ടേക്ക് ബസ്സൊന്നുമില്ല, ബസ്സൊക്കെ താഴെ അവിടെ മാത്രം അല്ലേ? അവിടെ നിന്ന് പിന്നെ നടന്നു പോരാ അല്ലേ? നടന്നു പോരായിരുന്നു അല്ലേ? നിങ്ങളെ പേരെന്താ? വരോ അയ്യപ്പൻ. ഇവിടെ തന്നെ ജോലിയൊക്കെ? നിങ്ങളൊന്ന് കാണാൻ വന്നോ ഇവിടുത്തെ സ്ഥലമൊക്കെ? ഇതുണ്ട്, ഒരു ഗ്രാമത്തിൻ്റെ ചുറ്റുമുള്ള ഒരു സൗന്ദര്യം നമ്മൾ കാണുന്നു. ഇതിൻ്റെ പേരെന്തേലും? തോട്ട് ഊട്ടി ആ സൈഡാ? ഊട്ടി ആ സൈഡ് ബൗണ്ടറിയാണ് വരുന്നത്. ഊട്ടി അപ്പുറത്തും വരും. ഓക്കെ. ഭാരത് എന്താണ് എൻ്റെ ശരിക്കും പേര്? ഭാരതി അത്രേ ഉള്ളൂ അല്ലേ? എന്താ ഊര് പേരെന്താ അങ്ങോട്ടേക്ക് മേലെ? ഗലസ്. ഒരു 6 കിലോമീറ്റർ ഹൈറ്റിൽ ഇങ്ങനെ കയറി പോകണം അല്ലേ? ഓക്കെ. അപ്പർ ഭവാനി എന്ന് പറഞ്ഞാൽ ഇത് ആ സൈഡാ വരുന്നത്. ബൈജു, ആ മലയില്ലേ, ആ മലേന്റെ അപ്പുറത്തെ ആ ഇടുക്കിലാണ് സംഭവം. അതിലാണ് ഈ ചാല് വരുന്ന അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്. അവിടെ നിന്നാണ് വരുന്നത്. അത് തമിഴ്നാടിന്റെ അണ്ടറിലാണ് ഇപ്പം നമുക്കുള്ളത്. അങ്ങോട്ട് കയറിപ്പോക്കോ കാര്യങ്ങളോ മുമ്പെല്ലാം പോയിക്കൊണ്ടിരുന്നു. 10, 12, 15 വർഷം മുമ്പെല്ലാം അവിടെ പോയാണ് കടയിൽ പോയി ബീഡി, സിഗരറ്റ്, ഇവർക്ക് എന്തെങ്കിലും ചായപ്പൊടി, പഞ്ചസാര എല്ലാം വാങ്ങുന്നത് അവിടെ പോയായിരുന്നു നടന്നു പോയി. പക്ഷെ ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാവോയിസ്റ്റിന് പ്രശ്നമുള്ളതുകൊണ്ട് ഫോറസ്റ്റുകാർ വെടിവെക്കും. തണ്ടർ ബോൾട്ട് ഉണ്ട്, അതാണ് പ്രശ്നം. അപ്പോൾ അട്ടപ്പാടിൻ്റെ മറ്റൊരു വശം യാത്ര ചെയ്തിട്ട് ഞങ്ങൾ ഇടവാണി എന്ന് പറയുന്ന 0 പോയിന്റിലാണ് എത്തിയത്. ഇതിൻ്റെ അപ്പുറത്താണുള്ളത് പിന്നെ ഭവാനി, അപ്പർ ഭവാനി ഡാം. നമ്മൾ നേരത്തെ കണ്ടതാണ് ഊട്ടി. ഊട്ടിൻ്റെ മറ്റൊരു സൈഡാണിത്. ഇതിൻ്റെ ആ മലൻ്റെ അപ്പുറമുള്ളത് ഊട്ടിയാണ്. അപ്പോൾ ഇവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് ചെറിയ വില്ലേജുകളൊക്കെ ഉണ്ട്. 6 കിലോമീറ്റർ മല താണ്ടി പോകണം. അങ്ങോട്ട് പെർമിഷൻ ഇല്ല, ഫോറസ്റ്റ് ഏരിയയാണ്. ഞങ്ങൾ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് എപ്പിസോഡ് നാളെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, എല്ലാവരും അപ്പോൾ കൂടെ ഉണ്ടാവണം. ബൈ ബൈ. സാരംഗ് മല എന്നല്ല അറിയപ്പെടുന്നത്. എന്തായാലും കാരണം സാരംഗ് സ്റ്റോപ്പ്, സാരംഗ് മല ഇവരെ പേരായി സാറിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് സാർ ഒരു പ്രകൃതി സ്നേഹിയാണ്, നാച്ചുറലായിട്ട് ജീവിക്കുന്ന ആളാണ്. ശരി. പുള്ളീനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഗൾഫ് നാട്ടിൽ നിന്ന് അവിടുന്ന് എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് പഠിക്കും. ജീവിത രീതി പഠിക്കാൻ. പുള്ളി മുളയുടെ വീടുണ്ടാക്കി മുളയുടെ
അരി ഉണ്ടാക്കി. ശരിക്കും നമ്മള് പണ്ടെല്ലാം പറയില്ല മുളയാണ്ടവൻ, അങ്ങനെ ഒരു വ്യക്തിയാണ് പുള്ളി.